ചില ആൾക്കാർക്കൊരു പ്രശ്നമുണ്ട്. ഒരു റിലേഷൻഷിപ്പിലാണെന്നറിയും, ഇത് ടോക്സിക് ആണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള 5 സിംറ്റംസ് ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ക്രോണിക് ആങ്സൈറ്റി അറൌണ്ട് ദറ്റ് പേഴ്സൺ. നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നയാൾ നമുക്കൊരു ഫോൺ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ നമ്മുടെ അടുത്തേക്ക് വരികയോ ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നതിന് പകരം നമുക്കൊരു ടെൻഷനും ആങ്സൈറ്റിയും ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നൊരു തോന്നലും ഒക്കെ നമ്മുടെ അകത്തുണ്ടാകും. 2, കോൺസ്റ്റന്റ് അപ്പോളജി ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് നടന്നാലും നിങ്ങൾ സോറി പറയണം. 3, യുവർ ഹാപ്പിനെസ് ഈസ് ഹെൽഡ് ഇൻ ഹോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കും. നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അവർ പറയുന്നതെല്ലാം എസ് മൂളുകയാണെങ്കിൽ മാത്രം അവിടെ സന്തോഷം. 4, യു ആർ നോർമലൈസ് ദ പെയിൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്, എല്ലാ റിലേഷൻഷിപ്പിലും ഇങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ സ്വയം ആശ്വസിച്ച് തുടങ്ങും. അടുത്തത് സെലക്റ്റീവ് അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിസഗ്രി ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിന് വിയോജിക്കുകയോ ഒക്കെ ചെയ്താൽ പിന്നെ അവിടെ അടിയായിരിക്കും. ചില ആൾക്കാർക്കൊരു പ്രശ്നമുണ്ട്. ഒരു റിലേഷൻഷിപ്പിലാണെന്നറിയും, ഇത് ടോക്സിക് ആണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള 5 സിംറ്റംസ് ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ക്രോണിക് ആങ്സൈറ്റി അറൌണ്ട് ദറ്റ് പേഴ്സൺ. നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നയാൾ നമുക്കൊരു ഫോൺ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ നമ്മുടെ അടുത്തേക്ക് വരികയോ ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നതിന് പകരം നമുക്കൊരു ടെൻഷനും ആങ്സൈറ്റിയും ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നൊരു തോന്നലും ഒക്കെ നമ്മുടെ അകത്തുണ്ടാകും. 2, കോൺസ്റ്റന്റ് അപ്പോളജി ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് നടന്നാലും നിങ്ങൾ സോറി പറയണം. 3, യുവർ ഹാപ്പിനെസ് ഈസ് ഹെൽഡ് ഇൻ ഹോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കും. നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അവർ പറയുന്നതെല്ലാം എസ് മൂളുകയാണെങ്കിൽ മാത്രം അവിടെ സന്തോഷം. 4, യു ആർ നോർമലൈസ് ദ പെയിൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്, എല്ലാ റിലേഷൻഷിപ്പിലും ഇങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ സ്വയം ആശ്വസിച്ച് തുടങ്ങും. അടുത്തത് സെലക്റ്റീവ് അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിസഗ്രി ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിന് വിയോജിക്കുകയോ ഒക്കെ ചെയ്താൽ പിന്നെ അവിടെ അടിയായിരിക്കും.